നഴ്സിംഗ് ജോലി അത്രയധികം ജനങ്ങൾ ആവേശത്തോടെ നോക്കിക്കാണുന്ന ഒന്നല്ല. കാരണം കഴിഞ്ഞ ഒരു 20 വർഷത്തിന് മുമ്പ് വരെ ഒരു നഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കൂടിയ കുടുംബങ്ങളിൽ നിന്നും ആരും നഴ്സാവാൻ പോകാറുണ്ടായിരുന്നില്ല. ഒരു വിഭാഗം ആൾക്കാരാണ് പ്രധാനമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതും ഒരു കമ്മ്യൂണിറ്റി തന്നെ പറയാൻ സാധിക്കും. ഒരു നഴ്സിനെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നവരുടെ എണ്ണവും വളരെ കുറവായിരുന്നു. കഴിഞ്ഞ 20 വർഷം കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, നല്ല തോതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വിദേശ തൊഴിൽ സാധ്യതകളാണ്. കാരണം ഇവിടെ അവർക്ക് മാന്യമായ രീതിയിലുള്ള ഒരു ജോലി സാഹചര്യം നിലവിലില്ല. ഞങ്ങൾ ശാസ്താംകോട്ട അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കുരങ്ങന്മാർ 2 ടൈപ്പ് ഉണ്ട്. ചന്തക്കുരങ്ങും അമ്പലക്കുരങ്ങും എന്ന് പറയും. ഈ ചന്തക്കുരങ്ങും അമ്പലക്കുരങ്ങുമായിട്ട് ജനിതകമായ വലിയൊരു വ്യത്യാസമൊന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്ങനെയാണ് കുരങ്ങുകളെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയുന്നത്, കുരങ്ങുകളല്ല കുരങ്ങുകളെ വ്യത്യസ്തമാക്കുന്നത്, മറിച്ച് കുരങ്ങുകളോടുള്ള വ്യത്യസ്ത നിലപാടുകളിൽ വഴി അവിടെയുള്ള മനുഷ്യരാണ് ഈ കുരങ്ങുകളെ വ്യത്യസ്തമാക്കുന്നത്. അമ്പലക്കുരങ്ങിന് കൊണ്ടുപോയി എല്ലാ പരിചരണവും ആഹാരവും സദ്യയും ഒക്കെ കൊടുക്കും. ഓണത്തിനൊക്കെ സദ്യ ഉണ്ട്, എല്ലാ ഐറ്റംസും ഒക്കെ, ഇഞ്ചിക്കറി ഉൾപ്പെടെ. ഇഞ്ചി എങ്ങനെയായിരിക്കും കുരങ്ങിനെന്ന് എനിക്കറിയില്ല. കുരങ്ങിന് സദ്യ കൊടുക്കും. ചന്തക്കുരങ്ങ് വന്നു കഴിഞ്ഞാൽ അടിച്ചോടിക്കും. അതായത് കുരങ്ങുകളിലെ ആ ഡിവിഷൻ ഉണ്ടാക്കുന്നത് നമ്മളാണ് ആക്ച്വലി. അതുപോലെ തന്നെ നഴ്സുമാരുടെ ഇടയിൽ നിലവിലുണ്ട്. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ സ്വകാര്യ തലത്തിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും തമ്മിൽ വലിയ തോതിലുള്ള വ്യത്യാസം നിലവിലുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഒരു ടെലിവിഷൻ ചാനലിൽ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 10-45 വയസ്സ് വരുന്ന ഒരു സ്ത്രീ അവർ പറയുകയാണ്, ഞാനും എൻ്റെ കൂട്ടുകാരിയും ഒരു ദിവസം എല്ലാ ദിവസവും വരുന്നത് ഒരേ ബസ്സിലാണ്. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്. ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ളത് ഒരേ കോഴ്സിനാണ്, ഒരുമിച്ചാണ് പഠിച്ചത്. ഇന്നലെയും അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് 50,000 രൂപയോളം ശമ്പളം വാങ്ങിക്കുന്നു. ഞാനൊരു സർക്കാർ സ്റ്റാഫ് നഴ്സാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരി സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അവളുടെ ശമ്പളം 8,500 രൂപയാണ്. ഞങ്ങൾ എന്താ പറഞ്ഞില്ല, ഒരു പായിൽ ഉണ്ടും ഒരു പ്ലേറ്റിൽ ഉറങ്ങിയും എന്നൊക്കെ പറയുന്ന അതേ രീതിയിൽ എന്തുമാത്രം മനോവ്യതയോടുകൂടിയായിരിക്കും ഈ കൂട്ടുകാരി അവരോടുകൂടി ദിവസവും സഞ്ചരിക്കുക, ഓരോന്ന് പറയുമ്പോഴും. പക്ഷേ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. 8,500-ഉം 50,000-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പക്ഷേ ഒരു 42,500 രൂപയിൽ ഒതുങ്ങുമായിരിക്കും. പക്ഷേ ഈ അനുഭവിക്കുന്ന ആൾക്ക് അതൊന്നും അല്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ജോലികളൊക്കെ അത് പരിഗണിക്കാൻ രസകരമാണ്. ഒരു LD ക്ലാർക്കായിട്ടുള്ള ഒരാൾക്കൊരു ശരാശരി 25,000 റുപ്പീസ് കിട്ടും. 10ാം ക്ലാസ്സാണ് യോഗ്യത. ഒരു ശിപായി ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് യോഗ്യത മതി. കുറഞ്ഞത് ഒരു 20,000 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടും. ഒരു നഴ്സ് അങ്ങനെയല്ല. +2 ലെവലിൽ സയൻസ് പഠിക്കണം. 10ാം ക്ലാസ് ഓഫ് കോഴ്സ് പാസ്സാവണം. അധിക യോഗ്യതയാണ്. പിന്നീട് നഴ്സിംഗ് കോഴ്സ് 2 വർഷം മുതൽ 4.5 വർഷം വരെ നീളുന്ന വ്യത്യസ്തമായ കോഴ്സുകളും ട്രെയിനിങ്ങുകളും. ഇതിനുശേഷമാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അവർക്കൊരു ശിപായിയുടെ ശമ്പളമില്ല, ഒരു LD ക്ലാർക്കിൻ്റെ ശമ്പളമില്ല, അതിൻ്റെ പകുതി ശമ്പളം പോലും ഇല്ല എന്നുള്ളത്. അതായത് ഒരാൾ നഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യ വർഷം തന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ അവരെ മിക്കവാറും സ്വകാര്യ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ അവർക്കോട് അനുബന്ധിച്ച് നഴ്സിംഗ് കോളേജുകളുണ്ട്. അത് വലിയൊരു വ്യവസായമാണ്. ഒരു വലിയൊരു കാര്യം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ നടക്കുന്ന ചൂഷണം ഭീകരമാണ്. ഈ കുട്ടികൾ പൊതുവെ പറയാറുണ്ട്, നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു സേവനമാണ് എന്നൊക്കെ പറയുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ പടമൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. സേവനമാണെങ്കിൽ എന്തുകൊണ്ട് സേവനത്തിന്റെ പരിശീലനത്തിൽ ഇത്രയധികം ലക്ഷങ്ങൾ ഫീസായി വാങ്ങിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ സേവനമില്ല, മറിച്ച് അവർ ചെയ്യുന്നതാവണം സേവനം. അവരുടെ പഠനം സേവനമോ ത്യാഗമോ സൗജന്യമൊന്നുമല്ല. അത് ലക്ഷങ്ങളാണ്. 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ ശരാശരി വേണം. അത് ബാങ്ക് ലോണാണ് എടുക്കുന്നത് മിക്കവാറില്ല. പാവപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, ഈ കൂടിയ ആൾക്കാർ പോകാറില്ല ഇതിന്. ഇപ്പം സമൂഹത്തിലെ ദുഷ്കരമായ ജോലിയും അനായാസ ജോലിയും കുറഞ്ഞ ജോലിയും കൂടിയ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹം ചെയ്യേണ്ടത് ദുഷ്കരമായ ജോലിക്ക് ഉയർന്ന വേതനം ഏർപ്പെടുത്തുകയാണ് വേണ്ടത്. താരതമ്യേന മോശമെന്ന് കരുതപ്പെടുന്ന ജോലിക്കും കൂടിയ വേതനം ഏർപ്പെടുത്തുകയാണ് വേണ്ടത്. അതിൻ്റെ ജോലി സാധ്യതയും അതുപോലെ തന്നെ അതിൻ്റെ സാഹചര്യങ്ങളും അവധികളും ഒക്കെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ്. ജോലി ദുഷ്കരമാണ്, അതിന് വലിയ വിലയില്ല, ശമ്പളവും ഇല്ല. ഒരു ശിക്ഷകളുടെ ഒരു ശൃംഖലയായിട്ട് വരികയാണ്. ഈ നഴ്സിംഗ് കോളേജ് ചേർന്ന് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നവരുണ്ട്. പറയുന്നത് എന്താണ്? തൊഴിൽ പരിശീലനം, കാര്യങ്ങൾ കണ്ടുപഠിക്കട്ടെ എന്നാണ് പറയുന്നത്. കണ്ടുപഠിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ഈ കുട്ടികൾ അവിടെ ക്ലീനിങ് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് നഴ്സിംഗ് കോളേജിലേക്ക് പോകും. അങ്ങനെ 3 വർഷം കോഴ്സ് ഉണ്ടെങ്കിൽ ഈ 3 വർഷ സമയവും അവരങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് ജോലി ചെയ്തിട്ട് അവർ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. അത് വെള്ളത്തിൽ വരച്ച വരയാണ്. എല്ലാ ജോലികൾക്കും ഇങ്ങനെ ഒരു സാധ്യതയില്ല.
ഈ ആശുപത്രി മുതലാളിയാകുക എന്നുള്ളത് എത്ര മനോഹരമായ ഒരു ജോലിയാണ് എന്ന് അവിടെയാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം അവർ പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും ട്രെയിനിയാണ്. അവരെ ഉടനെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കുമുള്ള നേഴ്സാവും. പക്ഷേ രജിസ്ട്രേഷൻ കിട്ടിയാൽ പോലും ചില ആശുപത്രികളല്ല, മിക്ക ആശുപത്രികളും ട്രെയിനി ആയിട്ട് അവരെ നിലനിർത്തും. അത് 1 വർഷമാവും, 2 വർഷമാവും, 3 വർഷമാവും. പണ്ട് ഈ ട്രെയിനി ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് ബോണ്ട് എഴുതി വെക്കണമായിരുന്നു. ഇത്ര ലക്ഷം രൂപയുടെ ഒരു ബോണ്ട്, അല്ലെ ഇത്ര 1000 രൂപയുടെ ഒരു ബോണ്ട് വെക്കണം. അതായത് ഞങ്ങളുടെ കോളേജിൽ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ 3 വർഷം ജോലി ചെയ്ത് കൊള്ളാം. അപ്പം പഠിക്കുന്ന സമയത്ത് ഫീസ് അങ്ങോട്ട് കൊടുക്കണം. ട്രെയിനിങ് സമയത്ത് ഒരു ചെറിയ സ്റ്റൈഫൻഡ് കൊടുക്കും, 6000 രൂപ, 6500 രൂപ. അപ്പോൾ വിദേശത്തൊരു തൊഴിൽ സാഹചര്യം ഉണ്ട് എന്നിരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഊരി പോരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് എണ്ണി കൊടുക്കണം, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ. ഒരു UK നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഏതാണ്ട് ഒരു 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും മാസം. കുവൈറ്റിലൊക്കെ ആണെങ്കിൽ 1.5 ലക്ഷമൊക്കെയാണ്. അതിപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിലേക്ക് അവർ കൂട്ടുന്നുണ്ട്. വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു നേഴ്സ്, നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നേഴ്സ് എപ്പോഴും നേഴ്സിൻ്റെ പടം വരുന്നത് ഒരു സ്റ്റെതസ്കോപ്പുമായിട്ടാണ്. കേരളത്തിലെ ഒരു നേഴ്സ് ഒരു സ്റ്റെതസ്കോപ്പുമായി പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ തയ്യാറാവില്ല. കാരണം എന്തോ അവരതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ പൊതുവിൽ ഡോക്ടർമാരാണ് ഈ സ്റ്റെതസ്കോപ്പായിട്ട് നടക്കുന്നത്. അത് അവരുടെ ഒരു ചിഹ്നമായിട്ടാണ് കാണുന്നത്. പക്ഷെ എപ്പോഴും ഒരു നഴ്സിന് വേണ്ടുന്ന സാധനമാണിത്. നിങ്ങൾ ഏതോ നഴ്സിൻ്റെ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും. ഒരു സ്റ്റെതസ്കോപ്പ് പോലും നഴ്സ് കൊണ്ട് നടക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു ആശയ പരിസരം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഡോക്ടർ നഴ്സ് റിലേഷൻഷിപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഡോക്ടർമാർ വരുന്നു, നഴ്സുമാരിലെ ഈ താലവുമായിട്ട് കുറേ നടക്കുന്നു, എഴുതിയെടുക്കുന്നു. ഈ വികസിത രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ മുഴുവൻ ചുമതല നഴ്സിനും അതിൻ്റെ മേധാവിക്കുമാണ്. ഒരു ഡോക്ടർ അവിടെ കയറണമെങ്കിൽ അവരുടെ മുന്നിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ കയറാൻ പാടുള്ളൂ. ഇവിടെ കോഴിക്കോട്ടെ ഒരു പ്രസിദ്ധമായ വലിയ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിലെ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ഭക്ഷണവും നഴ്സുമാർക്ക് കൊടുക്കുന്ന ഭക്ഷണവും ക്വാളിറ്റേറ്റീവ് വ്യത്യാസമാണ്, സ്റ്റാൻഡേർഡ് ഊണ് വ്യത്യാസമാണ്. ഞാൻ അമ്പരന്ന് പോയി. അവർ നഴ്സുമാരും ഡോക്ടർമാരും ഒരുമിച്ച് ഒരു ക്യാൻറ്റീനിലിരുന്ന് പരസ്പരം തമാശ പറഞ്ഞ് ഒരു സമത്വബോധത്തോടെ ഇടപെടുകയും സഹകരിക്കുകയും ചെയ്യുന്നത് വളരെ അപൂർവമാണ്. ഡോക്ടർ നഴ്സ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകാറുണ്ട്, അത് വേറെ ലൈനിലാണ്. മറിച്ച് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണെന്നും സഹപ്രവർത്തനമാണെന്നുള്ള ഒരു സമാനമായിട്ടുള്ള ഒരു സമത്വബോധത്തോടെയുള്ള വർക്ക് റിലേഷൻസ് കേരളത്തിൽ കാണാനില്ല. പക്ഷെ ഇതല്ല മറ്റുള്ള സമൂഹങ്ങളിലെ അവസ്ഥ.